നമുക്ക് സംസ്ഥാന ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥിതിഗതികൾ കൂടി അറിയേണ്ടതുണ്ട്. അർജുൻ കല്യാട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് നമ്മോടൊപ്പം ഉണ്ട്. അർജുൻ, കണ്ണൂർ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. എം വി ജയരാജനും കെ സുധാകരനും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം. ബി ജെ പിയും ഒരു മുൻ കോൺഗ്രസ്സുകാരനെ ഉപയോഗിച്ചുകൊണ്ട് മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രചാരണം? നികേഷ്, പ്രചരണം കഠിനമായ ചൂടിൽ തന്നെയാണ് ഉള്ളത്. അത്യപൂർവമായ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലൊരു വിജയം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ഉദ്ദേശിക്കുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് LDFിൻ്റെ ലക്ഷ്യം. എന്നാൽ മണ്ഡലം നിലനിർത്താനാണ് UDFിൻ്റെ പോരാട്ടം. എന്നാൽ വിജയം അല്ലെങ്കിൽ പരമാവധി വോട്ട് സമാഹരിക്കുക, ആ രീതിയിൽ ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത്. പ്രധാനമായും മലയോര മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും കോളേജുകൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നത്. കെ സുധാകരൻ, അതുപോലെ തന്നെ എം വി ജയരാജൻ, സി രഘുനാഥ്, ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും തന്നെ വലിയ തോതിൽ പ്രത്യേകതയുണ്ട്. കാരണം കെ സുധാകരൻ KPCC അധ്യക്ഷനാണ്. അതിന് പുറമെ കഴിഞ്ഞ സിറ്റിംഗ് MP കൂടിയാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ വലിയ തോതിൽ പരിചയങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതെല്ലാം തന്നെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയാണ് കെ സുധാകരൻ പങ്കുവെക്കുന്നത്. എന്നാൽ എം വി ജയരാജൻ, കെ സുധാകരന് ആരാണ് എതിരാളി എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ചോദ്യത്തിന് എം വി ജയരാജനെയാണ് ഇടതുപക്ഷം കളത്തിലിറക്കിയത്. കാരണം CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലം സുപരിചിതമാണ്. അതിന് പുറമെ വലിയ തോതിൽ ശക്തനായുള്ള എതിരാളി എന്ന രീതിയിൽ തന്നെയാണ് എം വി ജയരാജനെ ഇടതുപക്ഷം അവതരിപ്പിക്കുകയും ചെയ്തത്. സി രഘുനാഥ് പരമാവധി കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾ പിടിക്കുക, അതോടുകൂടി തന്നെ ഒരു വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സി രഘുനാഥ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെയാണ് മുന്നണികൾ കണ്ണുവെക്കുന്നത് എന്ന കാര്യത്തിൽ നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. കാരണം 26% ന്യൂനപക്ഷ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരം, അതിന് പുറമെ ന്യൂനപക്ഷ വിഷയങ്ങളെല്ലാം തന്നെ പരമാവധി ചർച്ചയാക്കിയ ഇടതുപക്ഷം കെ സുധാകരൻ്റെ BJP അനുകൂല പരാമർശങ്ങളെല്ലാം പരമാവധി മണ്ഡലത്തിൽ ചർച്ചയാക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടക്കുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് അവിടെ. പ്രത്യേകിച്ച് കെ സുധാകരൻ, എം വി ജയരാജൻ, രഘുനാഥ് എന്നിവരുടെ മത്സരമാണ് നടക്കുന്നത്. അതിൽ സുധാകരനും എം വി ജയരാജനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. രഘുനാഥ് എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ് മാത്രമാണ് ഉറ്റുനോക്കുന്നത്.